ലോസ് ആഞ്ചൽസിലെ ചില ഭാഗങ്ങളിൽ കാട്ടുതീ പടർന്നു പിടിക്കുകയാണിപ്പോൾ. ഈ ദുരന്തത്തിൽ 11 മരണങ്ങളാണ് ഉണ്ടായത്. നൂറുകണക്കിന് കെട്ടിടങ്ങൾ കത്തി നശിക്കുകയും കൗണ്ടിയിൽ ഉടനീളം പതിനായിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ആയിരക്കണക്കിന് അഗ്നിശമന സേനാംഗങ്ങൾ നിരവധി പരിശ്രമങ്ങൾ നടത്തിയിട്ടും ഏറ്റവും വലിയ തീപിടുത്തം മിക്കവാറും അനിയന്ത്രിതമായി തുടരുകയാണ് ഇപ്പോഴും. കാലാവസ്ഥാ സാഹചര്യങ്ങളും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അന്തർലീനമായ ആഘാതം വരും ദിവസങ്ങളിൽ ഈ ദുരന്തം തുടരുന്നതിന് കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുരന്തത്തെ ജീവിക്കുന്നതിനായി ഉദ്യോഗസ്ഥർ കാര്യമായി തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ വെളിപ്പെടുത്തുകയും ചെയ്തു. ലോസ് ആഞ്ചൽസ് കൗണ്ടിയിൽ വെള്ളിയാഴ്ച വരെ 1,53,000 ആളുകൾ പലായനം ചെയ്യാനുള്ള ഉത്തരവിലാണ് നിൽക്കുന്നത്. അവരിൽ പലരും തങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളുമായി വീട് വിട്ട് പലായനം ചെയ്യുകയാണ്. 1,66,000 നിവാസികൾ ഒഴിപ്പിക്കൽ മുന്നറിയിപ്പിലാണ് നിൽക്കുന്നത്. അവർ താമസിയാതെ വീടുകൾ വിടേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകാം. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ തീപിടുത്തമാണിത്. 10,000-ലധികം കെട്ടിടങ്ങളാണ് ദുരന്തത്തിൽ നശിക്കപ്പെട്ടത്. 60,000 പേർ കൂടി അപകടത്തിലാണ് ഇപ്പോൾ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. യഥാർത്ഥ തീപിടുത്തത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഒഴിപ്പിച്ച സ്ഥലങ്ങളിൽ കൊള്ളയടിക്കുന്നത് തടയാൻ നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ നാഷണൽ ഗാർഡ് സേനയെ വിന്യസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ സജ്ജീകരണം വിന്യസിക്കേണ്ടതും ഇനി ആവശ്യമാണ്. മാത്രമല്ല 20 അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് അറിയിക്കുകയുണ്ടായി. അഗ്നിശമന സേനയിലെ വിരമിച്ച അംഗങ്ങളെ സഹായത്തിനായി വിളിച്ചാണ് രക്ഷാപ്രവർത്തനം കൂടുതലും ഊർജിതമാക്കിയത്. 1400-ലധികം അഗ്നിശമന സേനാംഗങ്ങളും നാഷണൽ ഗാർഡ് സേനയെ വിന്യസിപ്പിച്ചതായി ഗവർണർ ഗാവിൻ ന്യൂസം വ്യക്തമാക്കി. കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കിയിട്ടില്ലെന്നാണ് ലോസ് ആഞ്ചൽസ് ഫയർ ചീഫ് ആന്റണി മാരോൺ പറഞ്ഞിരുന്നത്. ഞങ്ങൾ കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ടെന്ന്, പക്ഷേ ഈ പ്രശ്നം കൈകാര്യം ചെയ്യാനുള്ള അഗ്നിശമന സേനാംഗങ്ങൾ ഇവിടെ ഇല്ല എന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നത്. പ്രദേശത്ത് വെള്ളം വർഷിച്ച് തീകെടുത്താൻ ശ്രമം തുടരുകയാണെന്ന് അഗ്നിശമന സേനാ വിഭാഗം മേധാവി ക്രിസ്റ്റിൻ കൗലി തുറന്നു പറഞ്ഞു. വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റുമാണ് അതിവേഗത്തിൽ കാട്ടുതീ പടരാൻ ഇടയാക്കിയതെന്ന് കാലിഫോർണിയയിലെ അഗ്നിശമന വകുപ്പ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ട്. മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റ് വരും ദിവസങ്ങളിൽ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിർദ്ദേശം.